നമസ്കാരം. കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഘം നവംബർ 4-ാം തീയതി പ്രസിദ്ധീകരിച്ച ഡോക്യുമെന്റ് വ്യാപകമായ ചർച്ചകൾക്ക് ഇതിനകം വഴി തുറന്നിട്ടുണ്ട്. മാത്തർ പോപ്പുലി ഫിദേലി, വിശ്വാസ ജനതയുടെ അമ്മ, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര വീക്ഷണം അല്ലെങ്കിൽ മരിയ വിജ്ഞാനീയത്തിലെ സഭയുടെ ദർശനം എന്താണ് എന്ന് വിശദീകരിക്കുന്നതാണ് വത്തിക്കാൻ പുറത്തിറക്കിയ ഈ ഡോക്യുമെന്റ് പുറത്തിറങ്ങിയതിനു ശേഷം വ്യാപകമായ ചർച്ചകൾ ഉരുത്തിരിയുന്നുണ്ട്. പരിശുദ്ധ മറിയത്തോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഇനി വേണ്ടേ? ജപമാല ഇനി ആവശ്യമില്ലേ? അതിനെയൊക്കെ വത്തിക്കാൻ നിരാകരിക്കുകയാണോ, നിഷേധിക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ഡോക്യുമെന്റിൽ വളരെ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ മറിയം സഹരക്ഷകയല്ല എന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന പദം പ്രയോഗിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കണം, ജാഗ്രത പാലിക്കണം എന്നാണ് ഈ ഡോക്യുമെന്റിന്റെ ആകെ തുക. എന്നാൽ ഇത്രയും കാലം കത്തോലിക്ക സഭ തുടർന്നു പോന്നിട്ടുള്ള വിശ്വാസ പ്രബോധനങ്ങളിൽ മാറ്റം വരുത്തി, തെറ്റുതിരുത്തി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമുണ്ട്. ഇതിനെക്കുറിച്ച് ഇതിനകം തന്നെ കത്തോലിക്ക സഭയും വിവിധ രൂപതകളും കത്തോലിക്ക സഭയിലെ വ്യക്തിസഭകളുമൊക്കെ വിശദീകരണ കുറിപ്പുകളും സർക്കുലറുകളും ഇതിന്റെ വ്യാഖ്യാനങ്ങളും പരിഭാഷയും ഒക്കെ വളരെ കൃത്യമാം വിധം നൽകിയിട്ടുണ്ട്. അതിൽ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കത്തോലിക്ക സഭ എന്തെങ്കിലും ഒരു തെറ്റുതിരുത്തൽ ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല. സഹരക്ഷക എന്ന പദം പ്രയോഗിക്കുമ്പോൾ രക്ഷാകര പദ്ധതി മറിയത്തെ കൂടാതെ പൂർത്തീകരിക്കാനേ കഴിയുകയില്ല എന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. ത്രിയേക ദൈവം ആണ് രക്ഷയുടെ കേന്ദ്രബിന്ദു, ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്നതാണ്. സകല കൃപകളുടെയും മധ്യസ്ഥം എന്നത് ത്രിയേകത്വത്തിൽ തന്നെ സാധ്യമായതാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആശയത്തെയാണ്, ദൈവശാസ്ത്രത്തെയാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം അല്ലെങ്കിൽ ദൈവശാസ്ത്ര പ്രബോധനം എന്നതിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ, ഒരു കൂട്ടിച്ചേർക്കൽ ഇക്കാര്യത്തിൽ വരുത്തിയിട്ടില്ല എന്ന് സഭ അസന്നിഗ്ധമായി തന്നെ പറയുന്നുണ്ട്. ജപമാലയ്ക്കോ മരിയ ഭക്തിക്കോ എന്തെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ല. അതേസമയം സഹരക്ഷക എന്ന് പ്രയോഗിക്കുകയും അതുവഴി മരിയ ഭക്തിയെ ഏത് തലത്തിലാണോ നിർത്തേണ്ടത്, ഏത് തലത്തിലാണോ ആ പ്രാർത്ഥനയെ കൊണ്ടുപോകേണ്ടത്, അതിനുമപ്പുറത്തേക്ക് എല്ലാ കൃപകളും പുറപ്പെടുന്നത് മറിയത്തിൽ നിന്നാണ് എന്ന വ്യാഖ്യാനം ഉണ്ടാകുന്നത് വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പവും തെറ്റും സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങൾക്ക് വിരുദ്ധമാകാനും ഇടയുണ്ട് എന്നതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി, ആളുകൾക്ക് വ്യക്തമായ ഒരു പ്രബോധനം കൊടുക്കുക എന്നത് എല്ലാ കാലത്തും സഭയുടെ ദൗത്യമാണ്. ആ പ്രവാചക ദൗത്യമാണ് കത്തോലിക്ക സഭ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. മരിയ വിജ്ഞാനീയത്തെ തള്ളിക്കളയുകയല്ല. ഇതാണ് സഭ ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതേസമയം പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മരിയ ഭക്തി കാര്യമായി പ്രചരിപ്പിക്കുന്ന പല ഇടങ്ങളുമുണ്ട്, പല കൂട്ടായ്മകളുമുണ്ട്, വ്യക്തികളുമുണ്ട്, സംഘടനകളുമുണ്ട്. അവയെല്ലാം പിരിച്ചുവിടണമോ, അവയെല്ലാം പൂട്ടണമോ? വലിയ മരിയ ഭക്തിയുടെ കേന്ദ്രം എന്ന് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ മരിയ ഭക്തിയുടെ കേന്ദ്രം എന്നത് കൃപാസനമാണ്. കൃപാസനം അടച്ചുപൂട്ടണം, അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ നിർത്തലാക്കണം. അവിടെ വിഗ്രഹാരാധന പ്രചരിപ്പിക്കുന്നു. മരിയ ഭക്തിയെ ഏകരക്ഷകനായ ക്രിസ്തുവിന്റെയും മുകളിൽ പ്രതിഷ്ഠിക്കുന്നു എന്ന വിമർശനവും വ്യാഖ്യാനവും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അത് ശരിയാണോ? എന്താണ് ചോദ്യം. ഇതിനെക്കുറിച്ച് കൃപാസനത്തെ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന ആളുകളുമായി ഞാൻ ആശയവിനിമയം നടത്തി. എന്താണ് കൃപാസനം ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്? അവർ എന്നോട് അസന്നിഗ്ധമായി പറഞ്ഞത്, സഭയുടെ ദൈവശാസ്ത്രം എന്താണോ, സഭ മുന്നോട്ട് വെക്കുന്ന പ്രബോധനം എന്താണോ, അതുമാത്രമാണ് കൃപാസനം പ്രചരിപ്പിക്കുകയും ഇതിനകം ആളുകൾക്ക് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ്. പരിശുദ്ധ മറിയത്തോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയെ സഭ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, ഇതിൽ പ്രധാനമായും കാണേണ്ടത് ജപമാല, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ലുത്തിനിയ, നൊവേന എന്നിവയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയായാണ് നമ്മൾ കാണേണ്ടത്. ആത്യന്തികമായ പ്രാർത്ഥന, ഏറ്റവും വലിയ പ്രാർത്ഥന ഈ പറഞ്ഞവയൊന്നുമല്ല. പക്ഷേ ഇതുവഴി, മാധ്യസ്ഥ പ്രാർത്ഥനകൾ വഴി കൃപകളിലേക്കും കൃപാവരത്തിലേക്കും വിശ്വാസികൾക്ക് കടക്കാൻ കഴിയും എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ കുർബാനയും ജപമാലയും മധ്യസ്ഥ പ്രാർത്ഥനകളും ഒപ്പം ആരാധനകളുമാണ് നടക്കുന്നത്. അതിൽ സഭയുടെ ദൈവശാസ്ത്ര പ്രബോധനത്തിന് വിരുദ്ധമായ ആരാധനകൾ ഇല്ല. അൾത്താര വണക്കത്തിന് യോഗ്യർ
എന്ന് വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും സഭ ഇതിനകം പ്രബോധനങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിരർത്ഥകമാകുമല്ലോ. മരിയ ഭക്തിയെ സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന നിലയ്ക്ക് മറ്റേതെങ്കിലും തരത്തിൽ ത്രിയേകത്വത്തിന് മുകളിലുള്ള എന്തെങ്കിലും ഒരു പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുന്നത് സഭാ പ്രബോധനത്തിന് വിരുദ്ധമാണ്. അതിൽ ഒരു തിരുത്തലും സഭ വരുത്തിയിട്ടില്ല എന്ന തിരിച്ചറിവാണ് വേണ്ടത്. അതേസമയം കൃപാസനത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ? അനാവശ്യമായ, അതായത് ഏറ്റവും പ്രധാനമായ രക്ഷാകര പദ്ധതിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടോ? രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം എന്നതാണ്. രക്ഷാകര പദ്ധതിയിൽ സകലരും വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏകരക്ഷകൻ എന്ന് ഏറ്റുചൊല്ലുക വഴി രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുന്നു. എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്? അപ്പോൾ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയാണല്ലോ കൃപാസനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. മരിയൻ ഉടമ്പടി പ്രാർത്ഥന പുതിയ പ്രബോധനമനുസരിച്ച് തെറ്റാണോ? അങ്ങനെ ഒരു വ്യാഖ്യാനം നിലവിൽ സഭയോ ദൈവശാസ്ത്ര പണ്ഡിതരോ സഭാ നേതൃത്വമോ വിശ്വാസ തിരുസംഘം എന്നാൽ വത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി, വിശ്വാസത്തെക്കുറിച്ച് അന്തിമമായ വിശകലനം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കേണ്ടത് അല്ലെങ്കിൽ നൽകേണ്ടത് മാർപ്പാപ്പയും സ്വാഭാവികമായും മാർപ്പാപ്പയുടെ അംഗീകാരത്തോടു കൂടിയാണ് എല്ലാ പ്രബോധന രേഖകളും വിശ്വാസ തിരുസംഘം പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ കൃപാസനം പോലെയുള്ള ഇടങ്ങളിൽ ഞാൻ പലയിടത്തും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. വിവിധങ്ങളായ ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിലുടനീളം ഉണ്ട്. അത്തരം ഇടങ്ങളിലേക്ക് ആളുകൾ പോവുക പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുമ്പോഴൊക്കെയാണ്. പലപ്പോഴും ആത്മാവിൽ ദരിദ്രരായവർ ഈ ഇടങ്ങളിലേക്ക് പോകുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രത്തെ കൃത്യമായി മനസ്സിലാക്കാത്തവർ പോകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന ഇടങ്ങളായി അവ മാറുന്നുണ്ട്. അതേസമയം അവിടെ അന്ധവിശ്വാസം, വിഗ്രഹാരാധന, ദൈവശാസ്ത്ര വിരുദ്ധമായ പഠിപ്പിക്കലുകൾ എന്നിവയുണ്ടോ എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കൃപാസനത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആളുകൾ പറയുന്നത് അങ്ങനെയൊന്നും നടക്കുന്നില്ല. അതേസമയം പരിശുദ്ധ മറിയത്തോട് നടത്തേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് അവിടെ നടത്തുന്നത്. അതുവഴി വിശ്വാസത്തിലേക്ക്, രക്ഷാകര പദ്ധതിയിലേക്ക്, ത്രിയേക ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന മാർഗം, അതായത് വണക്കം മാത്രമാണ് പാടുള്ളത്, ആരാധന പാടില്ല. ഇതാണ് അവരെല്ലാം നൽകിയൊരു കാര്യം. മരിയ വിജ്ഞാനീയത്തെ കത്തോലിക്ക സഭ നിരാകരിക്കുകയാണോ? അല്ല. ജപമാല എന്ന പ്രാർത്ഥനയെ മറ്റെല്ലാ പ്രാർത്ഥനകളുടെയും മുകളിൽ കാണേണ്ടതുണ്ടോ? ഇല്ല. പക്ഷേ അതിനെ കുറച്ചു കാണേണ്ടതുമുണ്ടോ? അതും ഇല്ല. ഈ കാര്യത്തിൽ ഇന്റർനാഷണൽ മരിയൽ അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ പരിശുദ്ധ മറിയത്തെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അങ്ങനെ പലതരം ആവശ്യങ്ങളും വന്നിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസ സത്യമായി സഹരക്ഷക എന്നത് പ്രഖ്യാപിക്കണം എന്ന ആവശ്യത്തെ വത്തിക്കാൻ തള്ളിക്കളയുന്നു അല്ലെങ്കിൽ നിരാകരിക്കുന്നു. അതല്ലാതെ എന്തെങ്കിലും ഒരു തിരുത്തൽ ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു മാറ്റം വരുത്തൽ, തിരുത്തൽ എന്നിവയില്ല. തിരുത്തുകയല്ല, സുവിശേഷ വിരുദ്ധമായ പഠിപ്പിക്കലുകളെ, സഭയുടെ അടിസ്ഥാന പ്രബോധനത്തിന് വിരുദ്ധമായ പ്രചാരണങ്ങളെയും പഠിപ്പിക്കലുകളെയും വളരെ കൃത്യമായി വേർതിരിച്ച് അതിലെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ അതിലെ വിശ്വാസ സത്യം പ്രഖ്യാപിക്കുകയാണ് സഭ ചെയ്തിരിക്കുന്നത്. അതേസമയം ഇതിനു വിരുദ്ധമായ പഠിപ്പിക്കലുകളോ പ്രചാരണങ്ങളോ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? അങ്ങനെയുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ടത് അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെയാണ്. അതേസമയം ഈ വിഷയത്തിൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസ സമൂഹവും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും പ്രചാരകരുമെല്ലാം പല നിലപാടുകൾ സ്വീകരിക്കുകയും അവർ തന്നെ ഈ വിഷയത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് പിന്നീടൊരു ഘട്ടത്തിൽ നമുക്ക് വിശദമായി പരിശോധിക്കുകയും ചെയ്യാം. ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ സഭ എന്താണ് ഇതുവഴി, അതായത് പുതിയ വിശ്വാസ രേഖ വഴി ആളുകളോട് പറയാൻ ശ്രമിച്ചത് എന്ന് വിശദീകരിക്കാനാണ് ഈ വീഡിയോയിൽ ശ്രമിച്ചത്. അതേസമയം പ്രൊട്ടസ്റ്റന്റ് വാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചർച്ചകളും ഇതിനെ കേന്ദ്രീകരിച്ച് വത്തിക്കാന്റെ പുതിയ ഡോക്യുമെന്റിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിൽ വിശദമായി പരിശോധിക്കുകയും ആവാം. വീണ്ടും കാണാം.